എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജൂൺ 19 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഒരു നിയമനമാണ് കേട്ടോ. അതായത് NBA അഥവാ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. അപ്പോൾ എന്താണ് NBA എന്ന് വെച്ചാൽ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ കാർഷിക ജൈവ വൈവിധ്യ വിദഗ്ധ സമിതിയെ നയിക്കുന്നത് ആരാണ്? അപ്പോൾ NBA എന്താണ് കാർഷിക ജൈവ വൈവിധ്യ വിദഗ്ധ സമിതിയെ നയിക്കുന്നത് ആരാണ്? അത് ഡോക്ടർ PL ഗൗതം. ആരാണ്? ഡോക്ടർ PL ഗൗതമാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു നിയമനം ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഹിമാനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എന്താണ് തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിലാണ്. എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് ഈ പറയുന്ന തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഒരു സ്ഥലത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ആനുകാലിക പ്രസക്തി ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ തജിവാസ് ഹിമാനിയുടെ ആനുകാലിക പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹിമാനിയുടെ 95% എന്ത് ചെയ്തിരിക്കുകയാണ്? ഉരുകിപ്പോയിരിക്കുകയാണ്. അതായത് ആഗോളതാപനം മൂലം, കാലാവസ്ഥാ വ്യതിയാനം മൂലം എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഒരു ഹിമാനിയുടെ 95% ഉരുകിപ്പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത തജിവാസ് ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലെ സോനാമാർഗിലാണെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇവിടെ ഒരു ഹിമാനി പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു ഹിമാനി ഉണ്ട്, യാല ഗ്ലേസിയർ. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്, യാല ഗ്ലേസിയർ. അപ്പൊ ഈ യാല ഗ്ലേസിയർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? നേപ്പാളിലാണ്. അപ്പോ കാലാവസ്ഥാ വ്യതിയാനം കാരണം 2040 എന്ത് ചെയ്യുന്നു? നശിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധരൊക്കെ പറയുന്ന യാല ഗ്ലേസിയർ എവിടെയാണ്? നേപ്പാളിലാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ദെൻ ഗ്ലേസിയർ ദിനം അഥവാ ഹിമാനി ദിനം എന്ന് പറയുന്നത് എന്നാണ്? മാർച്ച് 21. ഇതൊക്കെ നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കിഷവ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഏത് നദിയിലാണ്? അപ്പൊ എന്താണ് കിഷവ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഏത് നദിയിലാണ്? ടോൺസ് നദിയിലാണെന്നുള്ള കാര്യം ഓർക്കുക. ടോൺസ് നദി അറിയാലോ, യമുന നദിയുടെ പോഷക നദിയാണ് അല്ലെ? യമുന നദിയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? ടോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോൺസിൽ നിലവിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ് കിഷവ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ യമുനയുടെ ഒഴുക്ക് കൂടുതൽ സുഗമമാക്കുക അല്ലെങ്കിൽ യമുനയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. പക്ഷേ ഈ പ്രോജക്റ്റിന് ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഇടയ്ക്ക് നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ ഒന്നും ആവാത്ത രീതിയിൽ നിലനിന്നൊരു പദ്ധതിയാണ്. പക്ഷേ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അതിനുശേഷം 6 സംസ്ഥാനങ്ങൾ, ഈ 6 സംസ്ഥാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെയാണ്. അങ്ങനെ 6 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു? അവരൊരു ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടി സമ്മതിക്കുകയും അതിനെ തുടർന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ പദ്ധതി ആക്റ്റീവ് ആവുകയാണ്. ഇപ്പോൾ ടോൺസ് നദിയിലാണ് കിഷവ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റ്. അതായത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ബോർഡറിലായിട്ടാണ് പദ്ധതി നിലവിൽ വരിക. ദെൻ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന തുടങ്ങിയ സ്റ്റേറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയുടെ ഫണ്ടിങ് ആണ്. ഇതിൽ 90% ഫണ്ടിങ്ങും, അതായത് ഈ പറയുന്ന കിഷവ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റിന്റെ 90% ഫണ്ടിങ്ങും ചെയ്യാൻ പോകുന്ന ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ദെൻ ബാക്കിയുള്ള 10% ഈ 6 സംസ്ഥാനങ്ങളും തമ്മിൽ എന്ത് ചെയ്യും? പങ്കിടും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ബാക്കിയൊക്കെ ഈ പദ്ധതി നിലവിൽ വരട്ടെ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? ടോൺസ് നദിയിലാണ് കിഷവ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് നിലവിൽ വരുന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ടാലന്റിന്റെ ഏറ്റവും പുതിയ പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്കാണ്. നിങ്ങൾ കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന ഒരു ഫോഴ്സ് എക്സാം ഒക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് പറ്റിയൊരു പുസ്തകമാണ്. പ്രത്യേകിച്ച് ഈ ഒരു പോലീസ് ഡ്രൈവർ മാത്രമല്ല, നിങ്ങൾക്ക് ഫയർമാൻ ഡ്രൈവർ, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസ് ഡ്രൈവർ, ദെൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവർ, ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പുസ്തകം വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഈ പുസ്തകത്തിനകത്ത് നമ്മുടെ MVD ആക്ട്, അതുപോലെ തന്നെ CMVR 9089, KMVR 9089 ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 2024-25 മുതലുള്ള PQs ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ 180 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.chalengala.com ബുക്ക് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ ആയിട്ടുള്ള 85 90 57 57 10 അല്ലെങ്കിൽ 85 90 57 57 12 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാവും. സോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാർക്ക് കവർ ചെയ്താൽ ഒരു ഫോഴ്സ് എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഒരു GI ടാഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 GI ടാഗ് ലഭിച്ച ത്രിപുരയിലെ വാദ്യോപകരണം ഏതാണ്? അപ്പോൾ 2026 എന്ത് ചെയ്തു? ത്രിപുരയിൽ നിന്നുള്ള ഒരു വാദ്യോപകരണത്തിന് GI ടാഗ് ലഭിച്ചു. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സരിന്ദ. ഏതാണ്? സരിന്ദ. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 2026 GI ടാഗ് ലഭിച്ച സരിന്ദ എന്ന് പറയുന്ന വാദ്യോപകരണം ഏത് സ്റ്റേറ്റിലേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാലോ ഏതാണ്? ത്രിപുരയിലെയാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, ത്രിപുരയിലുള്ള ഒരു വാദ്യോപകരണം സരിന്ദ. അതിന് എന്ത് ചെയ്തിരിക്കുന്നു? GI ടാഗ് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. അതായത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് WT മാരുത് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതായത് കാറ്റാടി ഊർജ്ജ വിതരണ ശൃംഖലയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഏതെന്ന് പറയുന്നത് WT മാരുത്. അപ്പോൾ എന്താണ്? കാറ്റാടി ഊർജ്ജ വിതരണ ശൃംഖലയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് WT മാരുത്. വെറുതെ WT മാരുത് എന്ന് മാത്രം പറഞ്ഞു പോയത് കൊണ്ട് കാര്യമില്ല. എന്താണ് അതിന്റെ പൂർണ്ണരൂപം? അത് വിൻഡ് ടർബൈൻ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് യൂട്ടിലിറ്റി ട്രാക്കർ. എന്താണ്? വിൻഡ് ടർബൈൻ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് യൂട്ടിലിറ്റി ട്രാക്കർ എന്നുള്ളതാണ് WT മാരുതിന്റെ പൂർണ്ണരൂപം. സോ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് നമ്മൾ വരികയാണ്. അതായത് 2026 ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യം ഏതാണ്? അപ്പോൾ 2026 ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യം ഏതാണ്? ഉസ്ബെക്കിസ്ഥാൻ ആണെന്നുള്ള കാര്യം പഠിക്കുക. ദെൻ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമാകുന്ന 10ാമത്തെ രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള കാര്യം കൂടി പഠിക്കാം. ഓൾറെഡി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യലായിട്ട് ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർ അംഗമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ചർച്ച ചെയ്യുന്നത് മാത്രം കേട്ടോ. അപ്പോൾ 2026 ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യമാണ് ഇതെന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്, മധ്യേഷ്യയിൽ നിന്നും ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമാകുന്ന രാജ്യം കൂടിയാണ്, ആദ്യത്തെ രാജ്യം കൂടിയാണ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ. സോ അതും കൂടെ പഠിക്കുക കേട്ടോ. ഇനി എന്താണ് ഈ ഒരു ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്? അപ്പോൾ നമ്മൾ ഇതിനെ ബ്രിക്സ് ബാങ്ക് എന്ന് കൂടി പറയാറുണ്ട് കേട്ടോ. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിനെ ബ്രിക്സ് ബാങ്ക് എന്ന് കൂടി പറയാറുണ്ട്. അതായത് ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാങ്ക് 2015 എന്ത് ചെയ്യുന്നത്, സ്ഥാപിതമാവുന്നത്. പക്ഷേ പ്രവർത്തനം ആരംഭിക്കുന്നത് 2016 കേട്ടോ. 2015 സ്ഥാപിതമായി 2016 എന്ത് ചെയ്തു, പ്രവർത്തനം ആരംഭിച്ചു. ദെൻ ഇന്ത്യയൊക്കെ ഈ ഒരു ബാങ്കിന്റെ സ്ഥാപക അംഗങ്ങളാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. കാര്യം ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉണ്ടല്ലേ. അപ്പോൾ ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഷാങ്ഹായി ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ദെൻ നിലവിലെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് അല്ലെങ്കിൽ നിലവിലെ ബ്രിക്സ് ബാങ്ക് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെ, ദിൽമ റുസഫ് ആണ് കേട്ടോ. ദിൽമ വന റുസഫ് ആണ് എന്തെന്ന് പറയുന്നത് നിലവിലെ ബ്രിക്സ് ബാങ്ക് പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. 2026 ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഉസ്ബെക്കിസ്ഥാൻ ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2026 ഫിഫ ലോകകപ്പിൽ കോങ്കോക്കായി കളിക്കുന്ന ഇന്ത്യൻ വംശജൻ ആരാണ്? അപ്പോൾ നമ്മളൊക്കെ കളി കാണുന്നതാണ്, ഫിഫ ലോകകപ്പ് കാണുന്നതാണ്, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ടീമുകൾ കാണും. പക്ഷേ ഇതിനിടയിൽ ചില ടീമുകളിൽ ചില ഇന്ത്യൻ വംശജർ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടൂർണമെന്റ് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഫിഫ ലോകകപ്പിന് വേണ്ടി നിങ്ങളൊരു പേജ് മാറ്റിയിട്ടിട്ടുണ്ടാവും, അവിടെ നിങ്ങൾ കുറിച്ച് വെക്കുന്നുണ്ടാവും, അവിടേക്കൊന്ന് കുറിച്ച് വെച്ചേക്കുക. 2026 ഫിഫ ലോകകപ്പിൽ നമ്മുടെ കോങ്കോയ്ക്കായിട്ട് കളിക്കുന്ന ഇന്ത്യൻ വംശജൻ ആരാണ്? അത് സാമുവൽ മൗത്തുസാമി. ആരാണ്? സാമുവൽ മൗത്തുസാമി ആണ്. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ചിലയിടത്ത് മുത്തുസാമി എന്ന് കാണുന്നുണ്ട്, ചിലയിടത്ത് പ്രൊണൗൺസിയേഷൻ വരുമ്പോൾ മൗത്തുസാമി എന്ന് കാണുന്നുണ്ട്. സോ ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ കോങ്കോയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്ത്യൻ വംശജന് കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ LPUP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ആണ്. നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ LPUP അസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരൊക്കെ അതിനുവേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു കാണും. അപ്പോൾ നിങ്ങൾ LPUP അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല പഠന സഹായമാണ് ടാലന്റ് പുറത്തിറക്കിയ LPUP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മുൻവർഷ ചോദ്യങ്ങളും USCRT ഫാക്ടറുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ഇവയിലൊക്കെ തന്നെ ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ്. ഇനി വീണ്ടും നമ്മൾ ഫിഫ ലോകകപ്പിലേക്ക് തന്നെ പോവുകയാണ്. അതായത് 6 ഫിഫ ലോകകപ്പുകൾ കളിക്കുന്ന രണ്ടാമത്തെ താരം ആരാണ്? എന്താണ് 6 ഫിഫ ലോകകപ്പുകൾ കളിക്കുന്ന രണ്ടാമത്തെ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ 6 ലോകകപ്പുകൾ കളിക്കുന്ന ആദ്യത്തെ താരം ആരാണ്? അത് ലയണൽ മെസ്സിയാണ് അല്ലെ. ലയണൽ മെസ്സിയാണ്. കൃത്യമായിട്ടത് പഠിക്കുക. കാരണം നമ്മൾ ഈ പറയുന്ന മെസ്സിയെയും റൊണാൾഡോയുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര റെക്കോർഡുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ലോകകപ്പിന്റെ കാര്യത്തിലായാലും
അല്ലാതെ അന്താരാഷ്ട്ര ഫുട്ബോൾ എടുക്കുമ്പോഴായാലും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച പുരുഷ താരം, അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ പുരുഷ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. കൃത്യമായിട്ട് പഠിച്ചേക്കുക കേട്ടോ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ പുരുഷ താരം എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. കാര്യം വനിതാ താരങ്ങൾക്ക് ഇതിനേക്കാളും മത്സരമുണ്ട്, ഇതിനേക്കാളും ഗോളുകളുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ദെൻ അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അതും റൊണാൾഡോയാണ്. ഇനി ലോകകപ്പിലേക്ക് നമ്മൾ വരുന്നു. ലോകകപ്പിലേക്ക് വരുമ്പോൾ ലോകകപ്പുകളുടെ എണ്ണം ഈ പറയുന്ന റൊണാൾഡോയ്ക്കും മെസ്സിക്കും ഈക്വൽ ആണ്. ഇപ്പോൾ അർജന്റീനയുടെ കളി ആദ്യം വന്നതുകൊണ്ട് 6 ലോകകപ്പുകൾ കളിച്ച ആദ്യ താരമായിട്ട് മെസ്സി മാറി, രണ്ടാമത്തെ താരമായിട്ട് ആര് മാറി? റൊണാൾഡോ മാറി. ഇനി നമ്മുടെ ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലയണൽ മെസ്സിയാണ്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മെസ്സിയും അല്ലാതെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ആരുമാണ്? റൊണാൾഡോയാണ്. ഇനി ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത്, അപ്ഡേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിൽ മിറോസ്ലാവ് ക്ലോസയും ദെൻ ലയണൽ മെസ്സിയും ഇപ്പോൾ ഈക്വൽ ആണ്. ഇനി അത് അപ്ഡേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഇപ്പോൾ ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക, 6 ഫിഫ ലോകകപ്പിൽ കളിക്കുന്ന രണ്ടാമത്തെ താരമാണ് ആരെന്ന് പറയുന്നത്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ആദ്യ താരം മെസ്സി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി മറ്റൊരു റെക്കോർഡാണ്, വീണ്ടും ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള റെക്കോർഡാണ്. സോ നമ്മൾ ഓരോ അപ്ഡേഷൻ വരുമ്പോഴും കൃത്യമായിട്ട്, കാര്യം ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ്, നമ്മൾ ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരങ്ങൾ ആരൊക്കെയാണ്? അതാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരങ്ങൾ ആരൊക്കെയാണ്? 1 ജുലൻ ഗോസ്വാമി, 2 ദീപ്തി ശർമ്മ. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം എന്ന് പറയുന്നത് ജുലൻ ഗോസ്വാമിയാണ്. ആ റെക്കോർഡ് ഉടനെ ബ്രേക്ക് ചെയ്യപ്പെട്ടേക്കാൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? ദീപ്തി ശർമ്മ ആ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉടനെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ചർച്ച ചെയ്യും. കാരണം ഡെയിലി കറണ്ട് അഫേഴ്സ് നമ്മൾ കൃത്യമായിട്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. ദെൻ അറിയാലോ, ദീപ്തി ശർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഏകദിന ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മയായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗം കൂടി നമുക്ക് നോക്കാനുണ്ട്. അതായത് 2026 ജൂണിൽ അന്തരിച്ച പ്രമുഖ എഴുത്തുകാരിയും സംരംഭകയുമായ വ്യക്തി. ഇപ്പൊ എന്താണ്, വളരെ പ്രമുഖയായ ഒരു എഴുത്തുകാരിയും സംരംഭകയുമായ വ്യക്തി ആരാണ്? ഇന്ദിരാ ലങ്കേഷ്. എന്ത് ചെയ്തിരിക്കുന്നു? അന്തരിച്ചിരിക്കണം. അപ്പൊ ഇന്ദിരാ ലങ്കേഷ് അന്തരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ദിരാ ലങ്കേഷിനെ പറ്റി പറയുമ്പോൾ ഒരു എഴുത്തുകാരിയാണെന്ന് നമ്മൾ പറഞ്ഞു, സംരംഭകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ആത്മകഥ എന്ന് പറയുന്നത് ഹുളിമാവു മാട്ടു നാനു. ഇതാണ് ഹുളിമാവു മാട്ടു നാനു. ഇതാണോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല, കാര്യം ഇത് കന്നഡയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയത് വെച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഹുളിമാവു മാട്ടു നാനു എന്നുള്ളതാണ് അവരുടെ എന്തെന്ന് പറയുന്നത് ആത്മകഥ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു റെയർ പോയിന്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഇന്ദിരാ ലങ്കേഷിന്റെ ആത്മകഥയാണിത്. അപ്പോൾ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഇനി അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള പി ലങ്കേഷ് ആണ് ഈ പറയുന്ന ഇന്ദിരാ ലങ്കേഷിന്റെ ഭർത്താവ് എന്ന് പറയുന്നത്. ഇനി ഇന്ദിരാ ലങ്കേഷിന്റെ മകളെ എല്ലാവർക്കും അറിയായിരിക്കും, കാരണം 2017 കൊല്ലപ്പെട്ട ഗൗരി ലങ്കേഷ് ആണ് ഈ പറയുന്ന ഇന്ദിരാ ലങ്കേഷിന്റെ മകളെന്ന് പറയുന്നത്. സോ അത് മൂത്ത മകളാണ്. സോ അതും കൂടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ടാലന്റിന്റെ ഏറ്റവും പുതിയ സ്റ്റഡി മേറ്റ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ടാലന്റ് PSC ഉദ്യോഗാർത്ഥികൾക്കൊപ്പം മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കൊപ്പം ഉണ്ട്. കാരണം അവർക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ, ഗൈഡുകളൊക്കെ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി ഇതാ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ടാലന്റ് നിൽക്കാൻ പോവുകയാണ്. ടാലന്റ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി മേറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിലവിൽ 6 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സബ്ജക്ട് ബേസ് ആയിട്ടുള്ള ഗൈഡുകൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അവരുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഈ ഒരു ബുക്കിന്റെ, ഒരു ഗൈഡിന്റെ കവർ പേജിലുള്ള QR കോഡാണ്. കാര്യം ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട AI വീഡിയോസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. സോ ഈ വീഡിയോസ് കാണുന്ന ഉദ്യോഗാർത്ഥികളുടെ ആരുടെയെങ്കിലും മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ വീട്ടിനടുത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതരായിട്ടുള്ള സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ അറിയിക്കുക ടാലന്റ് പുതിയ സ്റ്റഡി മേറ്റ് പുറത്തിറക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി എന്തായാലും PSC ഉദ്യോഗാർത്ഥികൾക്കൊപ്പം അതിനൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്കൊപ്പം എന്ത് ചെയ്യും? ടാലന്റ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് അറിയാനായിട്ട് ഈ ഒരു ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 90 72 36 57 47 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. എന്നത്തെ പോലെയുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് SCRT മാർക്ക് സെറ്റ് ആക്കണമെങ്കിൽ ഇത് വാങ്ങിച്ചോ, അറിവിടം പ്രാക്ടീസ് ബുക്ക് വാങ്ങിച്ചോളുക. 4300 ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 2300 സോഷ്യൽ സയൻസ് ആണ്. ദെൻ 1800 ചോദ്യങ്ങൾ സയൻസിൽ നിന്ന്. ദെൻ അത് മാത്രമല്ല, റീസെന്റ് ആയിട്ട് നടന്ന PSC പരീക്ഷകളുടെ SCRT ബേസ് ചെയ്തിട്ടുള്ള PQs കൂടി ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സോ SCRT നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇത് വാങ്ങിക്കുക, പ്രാക്ടീസ് ചെയ്യുക.
അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് നിയമനം അല്ലെ, ആരെ പറ്റിയാ പറഞ്ഞേ? ഡോക്ടർ PL ഗൗതം. എന്താണ്, ഏത് സമിതിയാണ് നയിക്കുന്നതെന്ന് പറഞ്ഞു? NBA കാർഷിക ജൈവ വൈവിധ്യ വിദഗ്ധ സമിതിയെ നയിക്കുന്നതാണ് ഡോക്ടർ PL ഗൗതം. അതിനുശേഷം ഒരു ഗ്ലേസിയറിനെ പറ്റി പറഞ്ഞു അല്ലെ, എവിടെയുള്ള? ജമ്മു കാശ്മീരിലുള്ള ഏതാ ഗ്ലേസിയർ? തജ്വാസ് ഹിമാനി. ഏതാണ്? തജ്വാസ് ഹിമാനി. എന്താ പറഞ്ഞേ? ഇപ്പോ കാലാവസ്ഥാ വ്യതിയാനം കാരണം 95% ഭാഗവും എന്ത് ചെയ്തു? ഉരുകിപ്പോയി. അതിനുശേഷം പറഞ്ഞത് കിഷവ് മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് ആണ്. എവിടെയാണെന്ന് പറഞ്ഞു? ടോൺസിലാണെന്ന് പറഞ്ഞു അല്ലെ. അതിനുശേഷം GI ടാഗ് ലഭിച്ച ഉൽപ്പന്നത്തെ പറ്റി പറഞ്ഞു. സരിന്ത എന്ന് പറയുന്ന ഒരു വാദ്യോപകരണമാണ്. എവിടെയുള്ളതാണ്? ത്രിപുരയിലുള്ളതാണ്. അതിനുശേഷം പറഞ്ഞത് WT മാരുത് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞു. എന്താണ് അതിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത്? കാറ്റാടി ഊർജ്ജ വിതരണ ശൃംഖലയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഇതെന്ന് പറയുന്നത് WT മാരുത്. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ പറഞ്ഞല്ലേ, 2026 ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ബ്രിക്സ് ബാങ്കിൽ അംഗമായ രാജ്യം ഏതാണ്? ഉസ്ബെക്കിസ്ഥാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ അംഗങ്ങളെയൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നാറ്റോയൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഉള്ളൊരു കാര്യമാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അതായത് ബ്രിക്സിന്റെ കൂട്ടായ്മയിൽ പിറന്ന ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അതുകൊണ്ടാണ് ബ്രിക്സ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. നിലവിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് 10 അംഗങ്ങളാണ്. അപ്പോൾ 10ാമത്തെ അംഗം ഉസ്ബെക്കിസ്ഥാനാണ്. അതിനുശേഷം പറഞ്ഞത് 2026 ഫിഫ ലോകകപ്പിലെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഫിഫ ലോകകപ്പിൽ കോങ്കോയ്ക്കായിട്ട് കളിക്കുന്ന ഇന്ത്യൻ വംശജനെ പറഞ്ഞു. ആരാണ്? സാമുവൽ മൗത്തുസാമിയാണ്. അതിനുശേഷം പറഞ്ഞത് 6 ഫിഫ ലോകകപ്പിൽ കളിക്കുന്ന 2ാമത്തെ താരം ആരാണെന്ന് പറഞ്ഞു? റൊണാൾഡോയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അങ്ങനെ ആദ്യ താരം ആരാണ്? ലയണൽ മെസ്സിയാണ്. അതിനുശേഷം പറഞ്ഞത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരങ്ങൾ. ഇത് ഉടനെ മാറും കേട്ടോ. ജുലൻ ഗോസ്വാമി, ദീപ്തി ശർമ്മയാണ്. ഇനി വൈകാതെ അത് എന്ത് ചെയ്യും? ദീപ്തി ശർമ്മയായിട്ട് മാറും. അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു. ഇന്ദിരാ ലങ്കേഷ് എന്ന് പറയുന്ന പ്രമുഖ എഴുത്തുകാരിയും അതുപോലെ തന്നെ സംരംഭകയുമായ വ്യക്തി എന്ത് ചെയ്തു? അന്തരിച്ചു. സോ അതുകൂടെ ഒന്ന് ഓർക്കുക. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത് LGS PQ ബുക്കാണ്. അപ്പോൾ LGS PQ ബുക്ക് നിങ്ങൾക്കറിയാം, ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്നത് കമ്പനി ബോർഡ് LGS ഉണ്ട്, വാരിയസ് LGS വരാനായിട്ടുണ്ട്, 10th പ്രിലിംസ് നടക്കാനുണ്ട്. സോ ഇതിന്റെയൊക്കെ സിലബസ് ഏകദേശം കോമൺ ആണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു PQ ബുക്ക് പുറത്തിറക്കിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഈ പറയുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ ഒരു PSC പരീക്ഷയിൽ 60% BQs ആണ്. സോ ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യനും ഒരു സെറ്റ് ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷനും ആ ഒരു മെത്തേഡിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. സോ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ അങ്ങനെ 30 സെറ്റ് പഠിക്കുന്നതിലൂടെ നിങ്ങൾ PSC ഏകദേശ ഏരിയാസ് കവർ ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾക്ക് PSC പരീക്ഷകളിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ സന്ദർശിക്കുക, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talangala.com വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് സാൻഡ് സ്കൾപ്ചറിൽ റഷ്യൻ ഗ്രാൻഡ് സാൻഡ് മാസ്റ്റർ കപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ്. അപ്പോൾ അത് മനീഷ് സ്വർണ്ണക്കാർ, സർവം പട്ടേൽ, സുദർശൻ പട്നായിക്, നിതീഷ് ഭാരതി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം താൽക്കാലികമായിട്ട് നിരോധിച്ചത് ഏത് രാജ്യമാണ്? പാകിസ്ഥാനാണോ, ഇന്ത്യ ആണോ, നേപ്പാൾ ആണോ, ഭൂട്ടാൻ ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ജൂണിൽ റബ്ബർ ബോർഡ് ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അത് N ഹരിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ഏത് എന്നുള്ളതാണ്. അത് ബ്രിട്ടൻ ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജൂൺ 19 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.